ഹലോ, ഇന്നിതാ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി വന്നാൽ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത്, നീളത്തിലായിരുന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇനി ഇതൊന്ന് വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാവുമ്പോൾ വേഗം നമ്മളെ ഉള്ളി വേഗം വാടിക്കിട്ടും കേട്ടോ. അതും ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുന്ന. അതാവുമ്പോൾ വേഗം വന്ന് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടില്ലേ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഞാൻ 4 പച്ചമുളകും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി ഉണ്ട് കേട്ടോ. ഞാൻ 2 തക്കാളി എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലിയ തക്കാളി എടുക്കുകയാണെങ്കിൽ ഒറ്റൊന്ന് മാത്രം മതി. ഇനി അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് വേഗം വന്നിട്ട് വേണ്ടിയിട്ട് ഞാൻ മൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 3/4 കിലോനാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത്. 3/4 കിലോ തക്കാളി അല്ല കേട്ടോ. അങ്ങനെ നമ്മളെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ പൊടികളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1/2 ടീസ്പൂൺ നമ്മളെ കാശ്മീരി മുളക് പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് അല്ലാണ്ട് തന്നെ ടേസ്റ്റ് കേട്ടോ. ഞാനല്ല കുരുമുളകിൻ്റെ ടേസ്റ്റെല്ലാം വരാണെങ്കിൽ ഈ റോസ്റ്റിന് പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ ഞാനൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാട്ടോ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത്. അതും കാശ്മീരി മുളക് പൊടിയല്ലേ, അതാവുമ്പോൾ എരിവൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കരിവേപ്പിലയും കൂടി ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് പറയുക ചെയ്യണ്ടല്ലോ, അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്കില്ല വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചിക്കൻ തന്നെ വെള്ളം നല്ലപോലെ ഊർന്ന് വരും കേട്ടോ. ഇനി ഇതൊന്ന് വേഗം വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റിന് ശേഷം ഒന്നും കൂടി തുറന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും കൂടി മൂടിയിട്ടെടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ തന്നെ നമ്മൾ വെള്ളം ഊർന്ന് വരുമെന്ന്, കണ്ടില്ലേ ഇത്രയും വെള്ളം ഈ ചിക്കൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കുറുക്കിയെടുക്കണം അത്രയും വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. കുറുക്കിയെടുക്കാൻ ഇതിൻ്റെ വെള്ളം വറ്റുന്നതിന് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് വറ്റിച്ചെടുക്കുന്നില്ല കേട്ടോ. നമ്മളിവിടെ പൊറോട്ടൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടി കേട്ടോ ഈ റോസ്റ്റ് കഴിക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് തണിഞ്ഞ് വരുമ്പം തന്നെ അത്യാവശ്യം കുറുക്കി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കുക, അതുകൊണ്ട് കുറച്ചൊരു ഗ്രേവി വേണമല്ലോ. അങ്ങനെ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കഴിക്കണം. സംഭവമില്ല, പൊള്ളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ കഴിക്കുന്നതില്ല പൊറോട്ടൻ്റെ കൂടി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരും, കണ്ടില്ലേ ഈ ഒരു തിക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഈ പൊറോട്ടയുടെ കൊണ്ട് ഈ കളി കളിക്കുന്നതില്ല, പൊറോട്ട നല്ല ചൂടുണ്ടായിന്, അതുകൊണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.